ഗൈസ്, തെറി തളക്കി ഇളകി ഗൈസ്, ഇളകി അന്യൻ മൂഡിലിട്ടിക്കുകയാണ്. അന്യൻ മൂഡിൽ ഞാൻ ഇച്ചിരി പുറത്തൊക്കെ പോയിട്ട് ഇപ്പം ഇങ്ങോട്ടൊന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴുണ്ട് അന്യൻ മൂഡിൽ തള്ള അവിടെ കിടന്ന് ഭയങ്കര കൂക്കുവിളിയും കുരുവിളിയും. നമുക്ക് കേൾക്കാം, പറയടി. ഒരു എടി നാണം കെട്ട പറ്റ മാറ്റി ഇത്രയുള്ള ഒരു മത്തടിച്ച് നിന്നെ അങ്ങനെ തന്നെ വിളിക്കും. നീ എന്നെ ബോഡി ഷേം ചെയ്യാമെങ്കിൽ നിന്നെ ഞാൻ ബോഡി ഷേം ചെയ്യും. മറ്റവളെ കോണ്ടൂർ റിസോർട്ട് നീ വന്നത് നീ തീറ്റി തിന്നത് വെക്ക ഞാൻ അറിഞ്ഞു. മനസ്സിലായോ? നീ എന്നിട്ട് എന്നെ ഇവിടുന്ന് എന്റെ വീട്ടുകാരെ ഇവിടുന്ന് ഇറക്കി എന്നെ കോണ്ടൂർ റിസോർട്ടാ? അതേത് റിസോർട്ട്? യു മീൻ ദാറ്റ് ബിഷപ്പ് കൊണ്ടുപോയി തീറ്റിക്കൽ ദാറ്റ് റിസോർട്ട്? ആ എടീ, റിസോർട്ടിൽ പോകുന്നവരൊക്കെ നിന്റെ അപ്പൻ തങ്കു പറഞ്ഞു കൊടുക്കുന്നത് പോലെ മറ്റത് പണിക്കാണെന്നാണോ നീ പറയുന്നത്? അങ്ങനെയാണോ നീ ഉദ്ദേശിച്ചത്? അതാണോ നീ പറഞ്ഞത്? പക്ഷെ അപ്പൊ ചോറ് കഴിക്കാൻ പോയതാണല്ലോ. ആ പോട്ടെ. സ്ഥലം വാങ്ങിക്കുന്നല്ലേടി പറഞ്ഞത്? ആടി വാങ്ങിക്കാൻ തന്നെയായിരുന്നു അടി പ്ലാൻ. പക്ഷെ രേഖാമൂലം ആ സാധനത്തിന് വേറെ അവകാശികൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പിൻവാങ്ങിയതാണടി. കാശ് കൊടുത്ത് വാങ്ങിക്കാൻ തന്നെയാണ് നിന്നത്. നിന്നെ പോലെ പിച്ചക്കാരിയല്ല, പിച്ച 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 അല്ലടി, കാശ് കൊടുത്ത് വാങ്ങിക്കാൻ തന്നെയാടി നിന്നത്. എടി, നീ എൻ്റെ മതത്തിനെ കയറി തൊടല്ലേ. നീ ഏത് മതമാണെന്ന് ആദ്യം പറഞ്ഞാണ്. നീ കുറേ നാൾ പറഞ്ഞ് ഹിന്ദു ആണെന്ന്, ഇപ്പം നീ പറയുന്നത് ക്രിസ്ത്യാനിയാണെന്ന്. ഇടയ്ക്ക് വെച്ച് നീ ഇതെല്ലാം കളഞ്ഞിട്ട് വേറെന്തരാ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. നീ ആദ്യം നിന്റെ മതത്തിലൊന്ന് ഉറച്ചിരിക്കുക. നിനക്ക് സ്വന്തമായിട്ടൊരു മതം ഉണ്ടാന്ന് നീ ആദ്യം അങ്ങോട്ട് ചിന്തിക്കുക. ഞാൻ മുസ്ലിമിന് മറ്റേതാണെന്ന് പറയാൻ നീ മേത്തച്ചിയൊക്കെ കൂട്ടു വയ്ക്കണ്ട, അല്ലെങ്കിൽ മേത്തന്മാർക്ക് സപ്പോർട്ട് മതി നീ ഇങ്ങോട്ട് തള്ളണ്ട. അത് അവർ നോക്കിക്കോണ്ട, നീ വെപ്രാളപ്പെടണ്ട. ഞാൻ ജനിച്ച മതത്തിൽ തന്നെയാണ് ഞാനുള്ളത്. മതത്തിന്റെ കാര്യം പറഞ്ഞിട്ട് വരുന്നത് ഏച്ചി പടി. തെറിക്കളവി പച്ച തെറി വിളിക്കുന്ന കേട്ടോ ഗൈസ്. നിനക്കൊക്കെ എന്ത് തന്നെ വിളിക്കാം. മറ്റേ മോളെ, മാർച്ച മോളെ, ശരീരം വിൽക്കുന്നവളെ, മറ്റേ കളിക്കാരി, ഇതൊക്കെയല്ലേ നീ മറ്റേ മോളെ, മറിച്ച മോളെ. ഇപ്പോഴും നീക്ക് എന്നെ ഇങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നത്. അപ്പൊ നിന്നെയൊക്കെ അതിന്റെ അപ്പുറം ഞാൻ വിളിക്കും. വൃത്തികെട്ടപ്പാടിന് അങ്ങനെ തന്നെ നീയൊക്കെ കൊണ്ടാക്കുന്നുണ്ട്. വൃത്തികെട്ട നാശങ്ങള് ഇപ്പോഴും അവൻ വളർത്തുന്നവൻ എന്തുവാ ഗർഭിണിയാക്കി നീ തന്നെ തമ്പിലേക്ക് കൊടുത്തിട്ട് അതിന് മാത്രം ആർക്കും കുറ്റമില്ല. ഞാനത് പറഞ്ഞേനെ, ഞാനത് കേട്ടതിനും അതിന് ഉത്തരം പറഞ്ഞതിനുമാണ് കുഴപ്പം. അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇത് ഈ ഒരു വിഷയത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആരോ എന്തോ തംബ്ലൈൻ ഇടട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരോ എന്തോ പറയട്ടെ. ഒരു പെണ്ണ് വന്നിരുന്നുകൊണ്ട് ചോദിക്കുകയാണ്, നീ നിന്റെ മകന്റെ ഒപ്പമാണോ ഉറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ മറുപടി എന്തായിരിക്കണം? ഇതായിരിക്കണോ? അതോ രൗദ്രഭാവം വരണോ? അവിടെ എന്ത് വൃത്തിയോടാടി ചോദിക്കുന്നത്? നീ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? കാരണം അവളെ ഇന്ന് ഞുണുങ്ങി, ഞം വാങ്ങി ഞങ്ങി, ഞം വാങ്ങി തിന്നു. കുറച്ച് മുമ്പ് അവൾ ഒരു വക്കാലത്ത് സാധനം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഞാൻ ഡീസൻ്റ് ആണ്, അവളും ഡീസൻ്റ് ആണ്, ഞങ്ങളെ നമ്മൾ പൈസ വാങ്ങിയിട്ടില്ല എന്ന്. അതാ അവൾ തന്നെ വന്നിരുന്നുകൊണ്ട് പറയണ് അവളെ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന്. ഒരു ചോദ്യം, അമ്മയോട് മകന്റെ കൂടെ ഉറങ്ങിയോ എന്ന് വെച്ചാൽ വളർത്തു മകനോ അപ്പുറത്തെ മകനോ വേറെ മകനോ ഒക്കെ ആയാലും ശരി തന്നെ, അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഒരമ്മയാണെങ്കിൽ നീ അവനെ മകനായി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് വരേണ്ടത് അല്ല, ദേഷ്യമാണ് വരേണ്ടത്. നീ അവിടെ കിടന്ന് കിണിച്ച് മരിക്കുകയാണ് ചെയ്തത്. നിനക്കത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾപ്പുളകമാണ് അവിടെ കണ്ടത്. ഇളവല്ലേടി, അടങ്ങി നില്ല അവിടെ. അമ്പൈസയ്ക്ക് നീ അങ്ങ് അടങ്ങ്, ഇങ്ങോട്ട് തലക്ക് കയറാനായിട്ട് വരണ്ട. മിണ്ടാതിരുന്നപ്പം ഞാനാണോ നീയാണോ തുടങ്ങിയത്? ഇപ്പൊ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് അതിനകത്ത് അനാവശ്യമായി എന്നെ വലിച്ചിട്ടത് ഞാനാണോ നീയാണോ? നീ പറയുമ്പോ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ വട്ടന്മാരും വട്ടത്തികളുമാണോ? അത് മാത്രമല്ല, നിന്റെ ക്യാപ്ഷൻ നോക്ക്. നീ എന്തിനാണ് ഞങ്ങളെ മെൻഷൻ ചെയ്യുന്നത്? ഐ മീൻ എന്നെ എന്തിനാണ് മെൻഷൻ ചെയ്യുന്നത്? എന്നെ മെൻഷൻ ചെയ്താൽ തിരിച്ചു തരിക തന്നെ ചെയ്യും. നീ കുറെ ആയല്ലോ കിടന്ന് അപരാധിക്കുന്നു. നാണമില്ലേ നിനക്കെന്നാണ് എനിക്കും ചോദിക്കാനുള്ളത്. നാണുണ്ടോ എനക്ക്? തകർക്കുകയാണിരുന്ന് സംബന്ധിക്കുന്ന കാര്യമാണ് അത്. അപ്പൊ എനിക്ക് സംസാരിച്ചല്ലേ പറ്റത്തുള്ളൂ. നീ നിന്റെ അമ്മച്ചി വന്ന് സംസാരിക്കുക. ഇങ്ങനെ നടന്നപ്പം ആൽബം ചെയ്തപ്പോ അതിന് തെറ്റ്. ഞാൻ യൂട്യൂബിൽ ക്യാൻസർ വന്നു പോട്ടെ, മനുഷ്യനല്ലേ, ക്യാൻസർ വരാം, ക്ഷയം വരാം, കുഷ്ഠം വരാം. ക്യാൻസർ ആണെന്ന് മനസ്സിലായല്ലോ. ക്യാൻസർ രോഗത്തിൽ നിന്ന് ഞാൻ എന്തായാലും അടുത്ത വർഷം ഈ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ എന്റെ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, സിനിമയും ആൽബവും ഇനോഗ്രേഷനും ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്ത് ഞാൻ ജീവിക്കും. ഞാൻ ബിസിനസിന്റെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, മനസ്സിലായി. ഞാനത് മുന്നോട്ട് ഞാൻ ഇപ്പൊ ഇല്ല, ഇതൊന്നും ഞാൻ എഴുന്നേക്കട്ടെ. ഇപ്പൊ എഴുന്നേക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് ഞാൻ ബിസിനസ് ചെയ്യാത്ത സ്ഥലം ചവിട്ടി ഇട്ടല്ലേ ദൈവം. ദൈവത്തിന് തന്നെ മനസ്സിലായി ഒറാൻ പറഞ്ഞോളാണെന്നും ചവിട്ടി അങ്ങ് തള്ളി ഇട്ട്.
മേടിക്കാത്തോട്ടെ. പിടികിട്ടിയോ? ഒന്നും മേടിക്കുന്നില്ലെന്നല്ല, എല്ലാം ഞാൻ പതുക്കെ മേടിക്കും. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് മനോഹരമായിട്ടുള്ള വീട്, എന്റെ മോനും എന്റെ കുഞ്ഞിന്റെ ഒരു വീടുണ്ട്, അതിൽ ഞാൻ താമസിക്കുന്നു. എന്റെ കുഞ്ഞെന്നെ ഇറക്കി വിടുന്നുള്ള വരെ ഞാൻ ഇവിടെ താമസിക്കും. അത് എന്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഓരോരുത്തരും, എന്റെ വീട്ടുകാർ ഇവിടെ തന്നെ, എന്റെ ചേച്ചിയും ഫാമിലി ഇവിടെ തന്നെ താമസിക്കുക. ആരും ഇറക്കി വിടണ്ട. ഒന്നിനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടുകാർ ഞാൻ തന്നെ വിളിക്കും ഇറക്കിയാൽ വന്നു കഴിഞ്ഞു. മനസ്സിലായല്ലോ? എന്റെ സ്വഭാവം ഇപ്പൊ മനസ്സിലായല്ലോ? നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് ഇതെല്ലാം ഇത്തിരി മുമ്പേ മനസ്സിലായതാണ്. പിന്നെ കിച്ചുവിന്റെ മുട്ടുകാല് തള്ളി ഒടിക്കേണ്ട കാര്യമൊന്നുമില്ലടി. അവൻ കോട്ടയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചോണ്ട് വന്നാ നീയും നിന്റെ ചേച്ചിയും ചട്ടി ഉൾപ്പെടെ പറക്കി കെട്ടി ഇറങ്ങണം. നിനക്കെന്താ അവകാശം അവിടെ? നിന്റെ മോൻ്റെതാ. ഏത് മോൻ? അത് കിച്ചുവിന്റെ വസ്തുവല്ലേ, കിച്ചുവിന്റെ വീടല്ലേ, കിച്ചുവിന് എഴുതി കൊടുത്തതല്ലേ. അതിനകത്ത് എന്തോന്ന് സൂന? അത് അവനൊരു ഇഞ്ചക്ഷൻ ഓർഡർ ഒപ്പിക്കാന്നുണ്ടെങ്കിൽ നീയും നിന്റെ പാണ്ടക്കെട്ടുള്ള കള്ള നാശങ്ങളെല്ലാം കൂടെ നുള്ളി പറക്കി ഇറങ്ങിപ്പോകണം. പിന്നൊരു കാര്യം, ഇത്രയും ദിവസം മിണ്ടാതിരുന്ന ചെറുക്കനൊന്ന് ഊർജ്ജസ്വലതയോടെ ഇറങ്ങി സംസാരിക്കാൻ തുടങ്ങി. അടങ്ങി ഇരിപ്പ്. ഈ ബിഗ് ബോസിലേക്ക് ഈ കുട്ടി പോകുന്നതിലുള്ള ദേഷ്യം എന്താണെന്ന് അറിയാമോ? ഇത് അസൂയേക്കാൾ ഉപരി എന്താണെന്നറിയാമോ? അവിടെ ഉള്ള സെറ്റ്മെന്റ് അറിയാം. അച്ഛനെ പറ്റി ഇവള് വാതോരാതെ പറഞ്ഞില്ല, എൻ്റെ മൈക്കാട് തങ്കു, എൻ്റെ മൈക്കാട് തങ്കു. അതുപോലെ ഇരുന്ന് വാതോരാതെ പറയേണ്ട ഒരു അവസ്ഥ അവന് വരും. അപ്പോൾ അവൻ കൃത്യമായിട്ട് ഇവളുടെ റിയാലിറ്റി അവിടെ പറഞ്ഞു കൊടുക്കും. എന്താണ് ഇവള് കിടന്ന് കാണിച്ചതെന്നുള്ളത് ആ ചെക്കൻ അവിടെ പറയും. അത് നാണക്കേടാകും. അത് മനസ്സിലായിട്ടാണ് ആ കുട്ടി അവിടെ പോകുന്നതിന് കിടന്ന് വെപ്രാളപ്പെടുന്നത്. എൻ്റെ മകനല്ലടി ഫോട്ടോ എടുത്തു വെച്ചിട്ട് പറഞ്ഞത്, എൻ്റെ അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി നാക്കിട്ട് എന്ന് പറഞ്ഞത് എൻ്റെ മോനല്ലടി. നീ വളർത്തിയെന്ന് പറയണത് നിന്റെ വളർത്തു മകനാണ് പറഞ്ഞത്. ഈ തള്ളയെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, നീ എങ്ങനെയെങ്കിലും പോയി ആർക്കെങ്കിലും കടന്നു കൊടുത്ത് കൊണ്ടുവരുന്ന പൈസ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് ഞാനല്ലടി. ആരടി അത് പറഞ്ഞത്? മലന്ന് പോയാ? ഓ, മലന്നൊന്നും കാണാൻ പറഞ്ഞ പോയി മലന്ന് കിടന്നോളി. വേണ്ട. എനിക്ക് ഇതിനകത്തുള്ള നെഗറ്റീവ് കിട്ടിയിട്ട് ഒരു പ്രശ്നമില്ല. നെഗറ്റീവ് കിട്ടി എനിക്ക് എല്ലാം പൂമാല പോലെ ഞാൻ സ്വീകരിക്കും. പിന്നെ ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേനും അവരെ ഫോൺ വിളിച്ച്, നിനക്കൊക്കെ നാണമില്ല? എന്റെ മരുന്ന് മേടിക്കുന്ന മരുന്ന് തരുന്ന മെഡിക്കൽ കോളേജിൽ ചെന്ന് അവരെ ചോദ്യം ചെയ്ത് നാണം കെട്ട വർഗ്ഗങ്ങളായി പോയല്ലോടാ. നിനക്കൊക്കെ ഞങ്ങൾക്കൊക്കെ നല്ല നാണോ മാനോ ഉണ്ട്. ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് ഉടുപ്പൊക്കെ എടുത്തോണ്ട് തന്നെ നടക്കണം. ഞങ്ങള് മുലയുടെ പാതി ഭാഗം വെളിയിലിട്ട് ആട്ടി വെട്ടി കുട്ടി ഒന്നുമല്ല കാണിക്കുന്നത്. ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നത്. കണ്ടന്റ് നാണമില്ലാത്ത വർഗത്ത് കേട്ട കുറെ ബ്ലോഗർമാരെ. നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? നീ എന്റെ പോയിന്റിലേക്ക് മാറ്റിപ്പിടിക്കാൻ സമയമായില്ലേടാ, മാറ്റിപ്പിടിക്കടാ. നിങ്ങളൊക്കെ മിണ്ടാതിരുന്നാലും അതുങ്ങളെ ചെവള കുത്തി പറഞ്ഞു പോയി. രേണുസുതി എപ്പോഴും രേണുസുതി എന്നുള്ള പേര് എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നത് നിനക്ക് നീയൊക്കെ മറ്റേ കള്ളി മറ്റേ പൂതന മോളെ നീ എന്നാടി എന്നെ പ്ലക്കിയോ? നിന്റെ അടി നാണം കെട്ടവളെ. നീ ദുബായിലും മറ്റോടത്തും ഒക്കെ തള്ളി ശിവനെ ഞാൻ എപ്പോൾ പറഞ്ഞു അവള് പ്ലക്കിന്ന്? സ്വയം അങ്ങ് വിചാരിക്കുകയാണ് പ്ലക്കിന്ന്. അതെ, ഇനി പ്ലക്കിക്ക് വേണ്ടിയിട്ട് നീ സപ്പോർട്ട് വക്കാലത്ത് കൊണ്ടുവന്നതാണ് അടി. പ്ലക്കിന്നാ? ഞാൻ പൂതനെന്നാ? എന്തൊക്കെയാണ് കൈസ് എന്നെ വിളിക്കുന്നത്, കണ്ടില്ലേ കൈസ്? എന്നാൽ നീ പിടിച്ചങ്ങോട്ട് കേട്ടോ. എടി എച്ചക്കല നാറി എരുമമുണ്ട്. എടി അല്ലലവലാതി തക്കാളി മോളെ, അലവലാതിക്കൊണ്ടായവളെ, കണ്ടവന്മാരെ കൂടെ അത്രയും കിടന്ന് നിരങ്ങി നടന്നവളെ. മതിയാ? തൽക്കാലം ഇത്രയേ ഉള്ളൂ, ബാക്കി തിന്നു തരാം. ആർക്ക് കിടന്നു കൊടുത്ത്? നീ നാട്ടുകാർക്ക് മുഴുക്ക കിടന്നു കൊടുത്ത കഥയാ. നമുക്കൊരു വീഡിയോ ഒന്ന് കാണാം. ആ വീഡിയോയ്ക്കകത്തുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഈ ഇരുന്ന് കൂട്ടിക്കൊടുക്കുന്ന അമരാവതി മോൻ്റെ കൂടെ നിന്റെ മാപ്പിള ചത്ത് അവൻ്റെ ശരീരം ഒന്ന് ദ്രവിക്കുന്നതിന് മുമ്പേ എന്താടി അഴിഞ്ഞാട്ടം? ഞാനാണോടി അഴിഞ്ഞാടേയും ചെയ്യുന്നത്? ഞാൻ എന്തായാലും ആ റീൽസ് എടുത്തുകൊണ്ട് വരുന്നില്ല. ഇതിനകത്തുള്ളത് നിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാണ്. ആരടി അവൻ? ഏത് സിനിമയിലടി നീ അഭിനയിക്കുന്നത്? അങ്ങ് കുഴഞ്ഞ് മറിഞ്ഞ് അവൻ്റെ നെഞ്ചിനകത്ത് കയറി കിടന്നങ്ങ് അഴിഞ്ഞാടി ഒയലിന്ന ഞാനാണാ നീയാണാ? ഞാനിങ്ങനെ ഒരാളോട് അഴിഞ്ഞാടുന്ന നീ ഒന്ന് കാണിച്ചു തന്നാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്ന നീ ഒന്ന് കാണിച്ചു തന്നാണ്. കാണട്ടടി, നീ ഒന്ന് കാണിയിരു. ഉണ്ടാ എൻ്റെ തെളിവിന്? കൊണ്ടുപോടി, ഞാൻ കാണാൻ. നിന്നെ വെല്ലുവിളിക്കുകയാണ് ഞാൻ. ഇങ്ങനെ ഞാൻ ഒരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടുന്ന നിനക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഉണ്ടാ? എടി, ഇത് ഇനം വേറെയാണ്. നിന്നെ പോലെ പലതന്തയ്ക്കുണ്ടായതല്ല, മനസ്സിലായ? ഏരണം കെട്ടവളെ. പുഴു വരിച്ചാലും നിർത്താത്തത്. നാക്കിൽ പുഴു വരണം നിനക്ക്. ശാപം. എനിക്ക് കൊറേ പെണ്ണുങ്ങളെ വെച്ചിട്ട് നിനക്ക് ഉള്ളതാ നിനക്ക് ഫോൺ വിളിപ്പിക്കുന്നത്. എടി നാണം കെട്ട നാശം പിടിച്ചവളെ, നീ എത്ര പേരെ വിറ്റിട്ടുണ്ടെന്നുള്ള കഥകൾ വരെ എനിക്കറിയാം. നീ കൂടുതൽ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഷെഫീന മറ്റോളെ. നീ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ നീ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കോപ്പാണ്. പുള്ളി മരിച്ചു,
മനസ്സിലായോ? ആ ബന്ധവും ഞാനങ്ങ് നിർത്തി എന്റെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ടുള്ള. എനിക്ക് പുള്ളി ചത്തെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരായിട്ട് ബന്ധം നിർത്തിയെങ്കിൽ അയാളുടെ പേരും പറഞ്ഞുണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി. ഇപ്പൊ ഇരിക്കുന്ന ചെയർ പോലും അയാളുടെ പേർക്ക് ഉണ്ടാക്കിയതാ. ഇറങ്ങിപ്പോടി ശവമേ. നീ എന്തിനാ അവിടെ കയറി കെട്ടിക്കയറി കിടക്കുന്നേ? നിന്നെ ആരെങ്കിലും അവിടെ പിടിച്ചിരുത്തിയ? അതാ തള്ളയ്ക്കുള്ളതാണ്. ആ മരിച്ചുപോയ ചെറുക്കൻ്റെ തള്ളയ്ക്കുള്ളതാണത്. അയാളുടെ ഭാര്യ എന്ന അവകാശം നിനക്ക് ഏത് രീതിയിലാണുള്ളത്? രണ്ടാമതുള്ള ഒരു പെണ്ണുണ്ട്, അവളാണ് യഥാർത്ഥ ഭാര്യ. അവകാശം അവക്കാ പോകുന്നത്. പിന്നെ നീ കണ്ടവന്റെ കൂടെയൊക്കെ നടന്ന് കൊച്ചുണ്ടാക്കിയത് കൊണ്ട് മാത്രം ആരും ഒന്നും മിണ്ടുന്നില്ല. അതിൻ്റെ അർത്ഥം നീ എല്ലാവരെയും ഒരുപോലെ അങ്ങ് ഉണ്ടാക്കാന്ന് പറയല്ലേ? അത് നടക്കണ കേസല്ലടി. ഷെഫീന ബീവിക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള സ്വത്ത് വകകൾ എൻ്റെ ഉപ്പായും ഉമ്മായും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഞാൻ എവിടെയും പോയി കൈ നീട്ടി കിടക്കേണ്ട ആവശ്യമില്ല. മരിച്ചുപോയ കെട്ടിയവൻ ഉണ്ടാക്കി തന്ന വീടും ഉണ്ട്. അന്തസ്സായിട്ട് ജീവിക്കുക തന്നെ ചെയ്തിട്ടുള്ള. ഇതുവരെ നിന്നെ പോലെ കെഴുപ്പണം കെട്ട് തുണി ഊരേണ്ട ഗതികേടിലേക്ക് എൻ്റെ കുടുംബം എന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടില്ല. എൻ്റെ ഉമ്മച്ചി മറ്റേ പേഷ്യൻ്റാ മറിച്ച പേഷ്യൻ്റാന്ന് കയറി കുത്തിയിരുന്നിട്ട് പോയി തുണി മുക്കി കാണിച്ച് പൈസ കൊണ്ടുപോകാന്ന് ആരടുത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ ചരിത്രമുള്ളതൊക്കെ നിനക്കാണ്. അതാണ് ഈ കാണുന്നത് മുഴുക്കൻ. അങ്ങനെ ഒരു ബന്ധമില്ല എനിക്ക്. എന്റെ കൊച്ചിന്റെ കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് നീ അങ്ങനെ ഒരു ബന്ധമില്ല. ആ എന്തിന്റെ പേരിലാണെങ്കിലും. പിന്നെ നീ അവരെ പിടിച്ചു വെച്ചിട്ട് കുരു പൊട്ടുന്ന ഒരു പൊട്ടട്ടെ എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇട്ടായിരിക്കും. നിന്റെ കുക്കുരു പൊട്ടിയതിൻ്റെ രീതിയാണ് ഇപ്പം ഈ കാണുന്നത്. നിന്റെ കുരു അങ്ങനെ പൊട്ടി ഒലിക്കുന്ന രീതിയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് കാണൂ, ഇവളുടെ കുരു ഇങ്ങനെ പൊട്ടി ഒലിച്ച് നിക്കറി തൂർന്നത് കണ്ടോളൂ നിങ്ങൾ. എന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചതാണ്. നീ എന്റെ വീടിന്റെ തൊട്ടടുത്ത്. എന്റെ വീട് എന്ന് പറഞ്ഞാൽ സുധീല എന്റെ വീട് തന്നെ. എന്റെ കൊച്ചിന്റെ വീട് എന്റെ വീട് തന്നെയാ. മനസ്സിലായോടി? നീ ഇവിടെ ചുളുവിന് ഒരാളെ നീ നിന്റെ കൊച്ച് ഏത് കൊച്ച്? ആ വസ്തു ഇരിക്കുന്നത് കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസിന്റെ പേർക്കാണ് ഇരിക്കുന്നത്. രാഹുൽ ദാസാണ് അതിന്റെ അധികാരി. നിന്റെ കൊച്ചല്ലല്ലോ അത്. നീ കൂടെ ഉറങ്ങാൻ ആഗ്രഹിച്ച ആളെന്നല്ലേ നിന്റെ ആ ആങ്കർ പറഞ്ഞപ്പോൾ നീ തലയിട്ടാട്ടി സമ്മതിച്ചത്. ആ കൊച്ചിന് എന്തായാലും അതൊന്നും താല്പര്യമില്ല. അത് ഓപ്പണായിട്ട് കഥ പറഞ്ഞ ആളാണ്. വയ്യ, നമുക്കിതൊന്നും താല്പര്യമില്ല, അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു പോയതല്ലാതെ ആ ചെറുക്കൻ്റെ അവകാശത്തിലുള്ള വസ്തുവിൽ കയറി ഞെളിഞ്ഞെടുത്തിട്ട് എൻ്റെ തന്നെയാണെന്ന് പറയുന്ന ആണയില്ലേടി. കണ്ടവൻ്റെ സ്വത്തിൽ കയറി കണ്ടവൻ്റെ പൈസ വാങ്ങി അതിൽ നക്കി ജീവിക്കുന്ന നിനക്ക് എന്ത് വകയിലാണ് നാണമുള്ളതെന്ന് പറഞ്ഞതാണ്. നിന്റെ നാണം എന്ന് പറഞ്ഞതെന്നാണ് കേൾക്കട്ടെ. നീ ഇവിടെ സ്ഥലം മേടിക്കാനിരുന്ന വിവരമൊക്കെ ഞാനാണ് കേട്ടോ. ഷെഫീന ബീവി നാണം കെട്ട മറ്റവളെ, കള്ളി മറ്റവളെ, കള്ളും കുടിച്ച് കപ്പയിൽ നിന്ന് അത് പറഞ്ഞ ആ എന്തിരച്ചിയില്ലേ അവിടെ ഇരുന്ന് പറഞ്ഞു തന്ന ആ എന്തിരച്ചി ചക്കപ്പോത്തില്ലേ, ആ അലവലാതി സ്ത്രീയോട് പറഞ്ഞു. അവളാ തന്തയാണ് അങ്ങനെ നടക്കുന്നത്. മനസ്സിലായി? അവളും അവളെ കെട്ടിയവനും അവളെ തന്തയാണ് കള്ളു കുടിച്ച് പിറ്റടിച്ച് നടക്കുന്നത്. വെയിറ്റ്, കള്ളു കുടിച്ചു എന്നല്ലേ പറയണത്? ഞാൻ കള്ളു കുടിച്ചതിൻ്റെ ഒരാധാരം കൊണ്ടുവയ്ക്കാമോ? ഞാൻ കള്ളു കുടിച്ച് നടന്നതിൻ്റെ ഒരു തെളിവ് കൊണ്ടുവയ്ക്കാമോ? ഇങ്ങോട്ട് 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 ഇവിടെ 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 നോക്ക്. ഇത് തൊട്ട് നക്കയാണ്. ആരി? ഞാനാണാ? അതെ എടി ചക്കപ്പോത്തെ, നിന്റെ അനിയത്തിയാണ് ആ ചെയ്യുന്നത്. കണ്ണു തുറന്ന് നോക്കടി അലവലാതി. സ്മിർനഫ്, മാജിക് മൊമെന്റ്, സ്മിർനഫ്. എടി കള്ളു കുടിച്ച് പേത്ത് കിടക്കുന്ന കള്ളു കുടിച്ചി. എടി മദ്യം ഇസ്ലാമിന് ഹറാമാണടി. ഞാൻ ഇസ്ലാമാണടി, എനിക്കിതൊന്നും പരിപാടിയില്ല. അങ്ങനെ ഞാൻ കള്ളു കുടിച്ച് പേത്ത് പെനത്ത് നടക്കുന്ന നീ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചതാ. എവിടെയെങ്കിലും ഞാൻ കള്ളു കുടിച്ചതായിട്ട് ഒരു ആധാരം കൊണ്ട് വെക്കടി, അല്ലെങ്കിൽ വാടി നമുക്ക് പോയി ബോഡി ചെക്ക് ചെയ്യാം. കള്ളും കുടിച്ച് പേത്ത് പിടിച്ച് ഇങ്ങനെ കിടന്ന് കുഴഞ്ഞഴിഞ്ഞാടി ഇതിന് ദൈവം തന്ന ശിക്ഷയാണ് ആ കുത്തിയിരിക്കുന്നത്. അല്ല നന്നായി. നിനക്ക് വരുന്നു വലിയ നരകശിക്ഷ. നിനക്ക് മുടിയാനായിട്ട് നരകശിക്ഷ തന്നെ വരും. എനിക്ക് ക്യാൻസർ ആണ്, എന്റെ നാക്കിന് ക്യാൻസർ ഇല്ല. നിനക്കൊക്കെ എന്നെ വെയിറ്റ് ചെയ്യ്, അത് വന്നോളൂ. ഇതാണ് നിന്റെ സ്വഭാവമെങ്കിൽ അതും വന്നോളൂ. ദൈവം നിനക്ക് അങ്ങനെ ഒന്നും ഒരു മംഗള ആശംസകൾ കൊണ്ടുവന്ന് തരും. സമാധാനപ്പെടെ. നിനക്കിത് തന്നതൊന്നും പോരാ എന്ന് ദൈവത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. വഴിയാതെ വന്നോളും. നീ എന്താന്നാ പറഞ്ഞില്ലേ, എവിടെയും കണ്ട ഓടി കയറുന്ന സാധനമാണെന്ന്. അത് നേരെ നാക്കിലോട്ട് ഓടി കയറിക്കോളും. നിന്റെ നാക്കിതാണെങ്കിലേ നാക്കിലോട്ട് ഓടി കയറിക്കോളും. വെയിറ്റ് ചെയ്യണേ, സമാധാനപ്പെടും, കൊണ്ടുതരും. എനിക്കിതൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ? നിനക്കൊക്കെ എന്നെ ദ്രോഹിക്കുക. എനിക്ക് നല്ല ആൾക്കാർ എന്റെ കൂടെ ഉണ്ടടി. നല്ല ആൾക്കാരുടെ പ്രാർത്ഥനയുണ്ട്, അത് മതി. എടി നിന്നോടൊക്കെ ഞാൻ ചോദിക്കുന്നില്ല, ഒരുത്തിയോട് ഞാൻ കടം ചോദിക്കുന്നില്ല. ഈ നെഗറ്റീവ് ഇടുന്ന മറ്റോളമാർ ആരാന്നാണ് ജയിക്കാൻ എന്റെ വീട്ടുകാരും നല്ല 4 പേരും ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് ക്യാൻസർ ഒന്നും എനിക്ക് ഒന്നുമല്ല. ഞാൻ മുന്നോട്ട് തന്നെ വരും. മനസ്സിലായോ? ഇനിയിപ്പോ സിനിമയും ഇത് ഒന്നും കിട്ടിയില്ലല്ലോ. ഞാൻ എന്ത് അന്തസ്സായിട്ട് ഞാൻ ബിസിനസ് ചെയ്ത് ജീവിക്കും. എനിക്ക് ബിസിനസ്സിന് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കട്ടെ. ഞാൻ അന്തസ്സായിട്ട് ഞാൻ ബിസിനസ് ചെയ്ത് ഞാൻ ജീവിക്കും. മനസ്സിലായോ? ഞാൻ ഇവിടെ ഒരുത്തനെ ഒരു പേരും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ കുറെ അനുഭവിച്ചു.
അതുപോലെ എന്റെ കെട്ടിയോനും പണ്ട് അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. എന്നെ കൊണ്ട് ഇതൊന്നും പുറത്തു പിടിപ്പിക്കരുത്, മനസ്സിലായോ? നീ കുറെ എടുത്ത് താങ്ങിക്കോ, നീയും നിന്റെ അതിലും. പിന്നെ അവനെ കൂട്ടുപിടിക്കാൻ കുറെ ബീവി കേട്ടിരുന്നോണ്ടാ കുഴപ്പമില്ല. നീ നാണം ഉണ്ടെങ്കിൽ നീ ചെന്ന് അടിക്കണം അവന്റെ കുറ്റിക്കെട്ട്. ഇതുണ്ടാക്കി അവനിട്ട് നിന്റെ കൂട്ടുകാരനിട്ട് തൊപ്പി വെച്ചോണ്ട് എന്നെ ആങ്കറിനെ ആ കൊച്ചിനെ അല്ല പറയേണ്ടത്. അപ്പൊ ഇത് ഉണ്ടാക്കിയവരും കുഴപ്പമില്ല, ചോദിച്ചവർക്കും കേട്ടിരുന്ന എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ കുറെ സഹിക്കുന്ന ശ്രമിക്കുന്നു. ഇനി രേണുസുതി പാവമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, പാവാകേണ്ട കാര്യമില്ല. ഗോദയിലേക്ക് ഇറങ്ങി ഗൈസ്, ഗോദയിലേക്ക് ഇറങ്ങി ഗൈസ്. അതെനിക്ക് ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ പൂർവാധിക ശക്തിയോടെ ഞാൻ എഴുന്നേക്കും. കാരണം എന്റെ കൂടെ അസത്യം, ദൈവം എന്റെ കൂടെയാണ്. മനസ്സിലായി? നീ നിന്നെയൊക്കെ വെറുതെ വിടുന്നില്ല. എനിക്കെതിരെ വരുന്ന ഒരുത്തരും ഞാൻ വെറുതെ വിടുന്നില്ല. ഇതിനപ്പുറം ഞാൻ പറയും, ഞാൻ ഒതുങ്ങത്തില്ല. കാരണം എന്നെ സ്നേഹിക്കുന്നത് നീയൊക്കെ എന്നെ ഓർത്ത. നിന്റെയൊക്കെ വ്ലോഗിന്റെ അടിയിൽ കുറെ കമന്റ്സ് വരും എനിക്കെതിരെ. എടാ 95% ആൾക്കാരും നല്ല ആൾക്കാരാണ്. അവർക്ക് നിന്നെയൊക്കെ പോലെ സംസ്കാരം ഇല്ലാതെ നിന്റെയൊക്കെ ഫേക്ക് അക്കൗണ്ട് തന്നെയാണ് ഈ കമന്റ് ഇടുന്നത്. മലമറിയുന്നോളെ തിണമറിയുന്നോളെ. നമുക്കിത് മതി. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല, പക്ഷെ ഞാൻ ഇതിന് മറുപടി പറയും. ഇതാണ് ഇവള്, ദിസ് ഈസ് ഹർ റിയാലിറ്റി. മനസ്സിലായില്ലേ? എന്തുവായിരുന്നു അഭിനയ ചിങ്കം, എന്തൊരു അഭിനയമായിരുന്നു. എടി ഡ്യൂപ്ലിക്കേറ്റ് അപരാധമേ, നീ ഇതാണ്, നിനക്കിതാണ്. ഞങ്ങൾ വേണ്ട എന്ന് വെച്ച് എല്ലാവരും നിശബ്ദരായിരുന്നതാണ്, എല്ലാവരും വിട്ടുപിടിച്ചതാണ്. നോണ പറഞ്ഞ് 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 വീണ്ടും 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 എൻ്റെ ചവീന ബേബി. ഇനി എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അവിടുന്ന് വന്നിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് കേൾപ്പിച്ചത്. എനിക്ക് ഇഷ്ടമില്ല. ഇനി ഈ സ്ട്രൈക്ക് അടിക്കുമ്പോൾ എനിക്ക് തിരിച്ചടിക്കേണ്ടി വരും, അങ്ങനെ മെനക്കെടേണ്ടി വരും. പക്ഷെ ഞാനതിന് തയ്യാറാണ്. മേനക്കെട്ടിട്ടാണെങ്കിൽ ഇത് ഇവിടെ കിടക്കട്ടെ. നമ്മൾ ചുമ്മാ ഇരുന്ന് പറയണതാണ് വിചാരം, ചുമ്മാതെയൊന്നും അല്ല. അവിടുന്ന് പറയും, തിരിച്ച് മറുപടിയാണ് കൊടുക്കുന്നത്. പിന്നെ വസ്തുവിന്റെ കാര്യം, കാലി പിടിച്ചു 5 സെന്റ് ഫ്രീ തരാന്ന് പറഞ്ഞു. എൻ്റെ പട്ടിക്കും വേണ്ട, കാശ് കൊടുത്ത് വാങ്ങിക്കും. അത് ഞാൻ പറഞ്ഞതാ. അത് എൻ്റെ മകന്റെ പേർക്ക് വാങ്ങിക്കും എന്നാ പറഞ്ഞേ. കാശ് കൊടുത്താ വാങ്ങിക്കുന്ന. ചുമ്മാ ചക്കാലത്തിന് അയാളുടെ മറ്റേ നക്കാപ്പിച്ച വാങ്ങിച്ച് നക്കി കിടക്കുന്നത് നീയാണ്. മനസ്സിലായില്ലേ? എല്ലായിടത്തും നക്കി കൊടുത്ത് നക്കി കിടക്കണം നിനക്ക് എന്നെ പറയാൻ എന്ത് യോഗ്യതേടി? ഞാൻ ഇല്ലാത്തോളല്ലടി, അത്യാവശ്യത്തിൽ കൂടുതൽ സ്വത്തുള്ളവള് തന്നെയാണ്. എനിക്ക് കണ്ണ് നിറഞ്ഞ് വസ്തുവകകൾ എൻ്റെ ഉമ്മായും പാപ്പായും ഇഷ്ടമാതിരി തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നീ സബ് രജിസ്ട്രാർ ഓഫീസ് നാവായിക്കുളത്തുനിന്ന് ഒരു ലിസ്റ്റ് എടുക്കാൻ നോക്കുക, അപ്പം അറിയാം വസ്തുവകകൾ എത്രത്തോളം ഉണ്ടെന്ന്. ഞാൻ കണ്ടവൻ്റെ അടിച്ചു മാറ്റി ഉണ്ടാക്കി വെച്ച വസ്തുവല്ല. എത്രയോ തായ് വഴി ഇപ്പറ ഹെറിറ്ററി ആയിട്ട് കിട്ടിയ വസ്തുക്കൾ അവിടെ കിടക്കുന്നത്. മനസ്സിലായടി? പിന്നെ വീടും കൊടുക്കുക നിന്നെ കണക്ക് നാട്ടുകാരെ AMB ഉണ്ടാക്കിയതല്ല. അന്തസ്സായിട്ട് ജോലി എടുത്ത് എൻ്റെ വിയർപ്പിൻ്റെ ഭാരം കൊണ്ട് 2009 കെട്ടിപ്പൊക്കിയതാണ്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ഒരു ഉണ്ടേയില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടെ ചേർന്ന് വെച്ച വീടാണത്. അദ്ദേഹം കൂടെ എന്ന് പറയുമ്പോൾ മരണപ്പെട്ടു പോയ മനുഷ്യൻ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കരുത്. അങ്ങനെയല്ല. അദ്ദേഹം തന്ന അദ്ദേഹത്തിൻ്റെ മഹർ കൊണ്ടുപോയി വിറ്റും അതിൻ്റെ ബാക്കി പൈസയും കൂടെ ഇട്ട് ഞാൻ കെട്ടിയ വീടാണ്. അതിന് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ്റെ വിലയാണ് ഉള്ളത്. അല്ലാതെ നിന്നെ പോലെ എൻ്റെ കെട്ടിയൻ ചത്തുപോയേ, പൈസ തായോ, എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലേ, പൈസ തായോ, എൻ്റെ കെട്ടിയൻ ചത്തായേ, എൻ്റെ കെട്ടിയൻ ചത്തായേ, എൻ്റെ കെട്ടിയൻ ചത്തായേ, എല്ലാവരും എന്നെ സഹായിക്കോ, എൻ്റെ തങ്കുവിന് കള്ളു പിടിക്കാൻ പൈസ ഇല്ലേ, സഹായിക്കാ സഹായിക്കാ എന്ന് കിടന്ന് നിലവിളിച്ചത് ഞാനല്ലടി. പിന്നെ ഞാൻ കൊണ്ടുപോയി വിറ്റ ആളുകൾ നീ കാണീര്. ഞാൻ വിറ്റവർ കുറേ പേരുണ്ട്. ഒന്ന് ദിയാസന, ഞാൻ അവളെയാണ് വിറ്റത്. മനസ്സിലായില്ലേ? അവൾ അവിടെ പൊക്കി കൊടുക്കാൻ വന്നതാണ്. അത് മാത്രമല്ല, എനിക്ക് 3 കെട്ടിയോമാരുണ്ടായിരുന്നു. 3 പേരെ എൻ്റെ മണാറയിലേക്ക് പറഞ്ഞു വിട്ടത് അവളാണ്. ഈ 3 പേരെ ഞാൻ വിഷം കൊടുത്ത് കൊല്ലുന്നതും അവൾ കണ്ട്. അവളാണ് സാക്ഷി, അവളാണ് വിറ്റ്നസ്. കൂടെ നടക്കുന്ന എരപ്പകൾ പറയണതും കേട്ട് എൻ്റെ തലയിൽ കയറാൻ വരരുതേ. അത് ഒരു പ്രാവശ്യം, അതായത് തൃക്കണ്ണം ഒന്ന് തുറന്നതേ ഉള്ളൂ, പലവട്ടം തുറപ്പിക്കരുതേ. ആ കൂടെ ഇരിക്കുന്ന ചക്കപ്പോത്തില്ലേ, അതിനും കൂടെ വരുത്തിക്കരുത്. അറമ്പറപ്പും അഹങ്കാരവും പറയരുത്. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മകൻ നഷ്ടപ്പെട്ട ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് 5ന്റെ പൈസ വിട്ടുകൊടുക്കാത്ത നിനക്കിത് വന്നില്ലെങ്കിലേ അതിശയുള്ളൂ. ആ മനുഷ്യൻ ഏറ്റവും സ്നേഹിച്ച പയ്യനെ എത്രത്തോളം മോശപ്പെടുത്താമോ അത്രത്തോളം മോശപ്പെടുത്തിയിട്ട് നിന്റെ അഹങ്കാരം അടങ്ങാതെ നീ അയാൾക്കെതിരെ വീണ്ടും പറയുമെന്ന് പറയുമ്പം നാണം ഇല്ലടി നശിച്ചവളെ എന്ന് ഞാൻ ചോദിക്കാനുള്ളൂ. നശിച്ചവളെ നാണം ഇല്ലടി നിനക്ക്? പോയി ചത്തൂടെ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. പോയി ചത്തൂടെ എന്ന്. എല്ലാത്തിനും കൂടെ വള്ളി വിട്ട് എന്നെ പിടിക്കുന്നു. എനിക്ക് ആ സ്ത്രീയുടെ പേര് പറയണത് പോലും വെറുപ്പാണെന്ന്. നീ എൻ്റെ പേര് പറയണത് എനിക്ക് അറപ്പാണ്. മനസ്സിലായ? ചുമ്മാ ഇരിക്കുന്നതിനെ കുത്തി എഴുന്നേപ്പിക്കില്ല. നീ എന്തിനു പറയാൻ വരുന്നത്? ഞാൻ നിന്റെ ഭാഗത്തേക്ക് വരുന്നില്ലല്ലോ, നീ എന്തിനാ പറയാൻ വരുന്നത്?
പിന്നെ ഞൊട്ടും പൊട്ടും എന്ന് പറയാൻ വല്ലവന്റെ പറമ്പിൽ കയറി കിടന്നിട്ട് അവൻ്റെ അടുത്ത് ഇറങ്ങിപ്പോടാ, നീ ഇവിടെ വന്നാൽ നിന്റെ കാലടിച്ച് മുറിക്കുമെന്ന് പറയണ ആ ഒരു പിതൃത്വ ദോഷം എനിക്കില്ല. ഞാൻ കിടക്കുന്നത് എൻ്റെ പറമ്പിലാണ്. എൻ്റെ ഉമ്മാക്ക് കിട്ടിയ വസ്തുവിൽ, ആ ഉമ്മാക്ക് അവരുടെ ചേട്ടത്തി കൊടുത്ത വസ്തുവിൽ, ആ ചേട്ടത്തിക്ക് അവരുടെ വാപ്പ കൊടുത്ത വസ്തുവിൽ, ആ വാപ്പാക്ക് അവരുടെ വാപ്പ കൊടുത്ത വസ്തുവിൽ, ആ വാപ്പാക്ക് അവരുടെ വാപ്പ കൊടുത്ത വസ്തുവിലാണ് ഞാൻ കിടക്കുന്നത്. തായ് വഴി എത്രയെന്ന് മനസ്സിലായടി തെണ്ടിച്ചി. നിന്നെപ്പോലെ മുലക്കാട് മലരിനുണ്ടായതല്ല, മനസ്സിലായ? നമ്മൾ തിരിച്ചൊന്നും പറയാത്ത എന്തെന്ന് പറഞ്ഞാൽ ഡീസൻ്റ് ആയി പോയി. ഞാൻ ഡീസൻ്റ് ആയി പോയി. അതുകൊണ്ടാ ഡീസൻസി അങ്ങ് വിടുമ്പോഴത്തേക്കുണ്ടല്ല വെറും കൂറയാവും. തൃക്കടിത്താനം പോലീസുകാരെ കാണുന്നുണ്ടല്ലോ, അവിടുന്ന് തുടങ്ങുന്നു ഇവിടുന്ന് കൊടുക്കണം. നീ ഇതും പറഞ്ഞുകൊണ്ട് ചൊറിഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. മൊബൈൽ എൻ്റെ ആണെങ്കിൽ ഞാൻ തല്ലി പൊട്ടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പം അത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.